നൗ നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്. വേദിയിലേക്ക് എത്തുന്നു സുനിൽ കായംകുളം. നമസ്കാരം സുനിൽ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമുണ്ടോ ഇല്ലെന്നുള്ള ഇപ്പൊ ഞങ്ങൾ പറയും. എന്താണ് എന്താ പെർഫോമൻസ് കണ്ടിട്ട്? ഞാൻ പെർഫോമൻസ് ചെയ്യുന്നത് കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ് ഇരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്യാരിക്കേച്ചർ ഉണ്ട്. ക്യാരിക്കേച്ചർ മീൻസ് നമുക്ക് കുറെ സന്ദേശം നൽകുന്ന ഒരു ക്യാരിക്കേച്ചറാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ചില താരങ്ങളുടെ ശബ്ദമാണ് ആദ്യമായിട്ട്. ശ്രീനിവാസന്റെ ശബ്ദം വന്നിരിക്കും. ശ്രീനിവാസൻ. അമ്മാമേ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനെ മാടിക്കൊണ്ടാണ് അമ്മാമേ ഞാനവിടെ നിൽക്കുന്നത്. ദാസ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങുന്നു, കോഴി കൊടുക്കുന്നു, മുട്ട കൊടുക്കുന്നു. ദാസ 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 ദാസ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനുണ്ട്. മലയാള സിനിമയിലൊട്ടുള്ള സംവിധായകനുണ്ടെങ്കിൽ പോലും വളരെ പ്രശസ്തമായി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ശബ്ദവും മലയാളികൾക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയിരിക്കുന്നത് ലാൽ ജോസ്. എൻ്റെ സിനിമയിൽ ഞാൻ ദിലീപിനെ നായകനാക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. സത്യത്തിൽ ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെൽസനെ അല്ലെങ്കിൽ ഇരിക്കുന്ന ഉല്ലാസനെയൊക്കെ നായകനാക്കി ഒരു സിനിമ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ കാണണം. കൂടെ നമ്മുടെ അശ്വതിയെ നായികയാക്കിക്കൊണ്ട് തന്നെ ഒരു സിനിമ ആക്കിയാലോ കൂടി ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ സിനിമ കാണുക. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി നമ്മുടെ തമിഴകത്ത് വളരെ പോപ്പുലറായിട്ടൊരു വില്ലനുണ്ട്. മലയാളത്തിലുമുണ്ട്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. 2 സിനിമയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം. പ്രകാശ് രാജ്, ഏറെ പ്രശസ്തനായിട്ടുള്ള പ്രകാശ് രാജ്. உனக்கு கிக் பாக்ஸிங் தெரியுமா? பெரிய சாம்பியன் அழக்கூடாது. நம்ம அவங்களோட கோபம் வெளியில போடும். செல்லா ஐ லவ் യുടാ. താങ്ക് യു. അടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ക്യാരിക്കേച്ചറാണ്. ക്യാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ വരയ്ക്കാൻ പെയിന്റ് ഇല്ല, ചുവരില്ല, ഒന്നുമില്ല. പിന്നെ മിമിക്രി കലാകാരനായതുകൊണ്ട് നമുക്ക് തന്നെ വരച്ചെടുക്കാൻ പലതും പറ്റും. നമ്മുടെ ശബ്ദത്തിലൂടെയും നമ്മുടെ ഭാവത്തിലൂടെയും ഒക്കെ. അങ്ങനെ ഒരു കാരിക്കേച്ചർ ആണ്. വിഷ്വലി ഒരു കാരിക്കേച്ചർ തരാം. വിഷ്വൽ ആൻഡ് സൗണ്ട് വെച്ചിട്ട് ഒരു കാരിക്കേച്ചറിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോമഡിയുടെ ഫ്ലോർ ആണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിനകത്ത് കാരിക്കേച്ചറിനകത്ത് കോമഡി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഒരു ചെറിയ സന്ദേശമുള്ള ഒരു കാരിക്കേച്ചർ ഷോ ആണ്. മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണ കാലഘട്ടം, പഴയ കാലഘട്ടം, സത്യനും പ്രേംനസീറും ഒക്കെ അഭിനയിച്ചിരുന്ന കാലഘട്ടം. അന്ന് മലയാള സിനിമയ്ക്ക് ഒരു വേറിട്ട കാഴ്ചയുണ്ടായിരുന്നു, വേറിട്ട അവതരണ ശൈലി ഉണ്ടായിരുന്നു. ഇന്നത്തെ സിനിമ പോലെയല്ല അന്നത്തെ സിനിമകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങി കളറിലെത്തിയപ്പോൾ സാങ്കേതിക മികവുകൾ കൂടിയത് കൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് പല പല രൂപങ്ങളായി. പണ്ട് സത്യൻ മാഷ് പാടിക്കൊണ്ടുവരും താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഈ മനോഹരമായ പാട്ടും പാടി സത്യൻ മാഷ് വരുമ്പോൾ അന്ന് അഭിനയിക്കുന്നത് ഷീല അല്ലെങ്കിൽ ജയഭാരതിയാണ്. ഇവരന്ന് അഭിനയിക്കുന്നത് എന്താണ്? ഇവർ കണ്ണുകൾ കൊണ്ടാണ് അഭിനയിക്കാറുള്ളത്. ഇന്നത്തെ മലയാള സിനിമ പോലുള്ള ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള അഭിനയമല്ലായിരുന്നു അന്നത്തെ സിനിമയിലുള്ളതാണ്. ആ പഴയകാല മലയാള സിനിമയുടെ നമുക്ക് കൂടുതൽ സ്നേഹമുണ്ടാകുന്നത്. അങ്ങനെ മലയാള ഭാഷ പല പല രൂപത്തിൽ പല പല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓർക്കുക, നമ്മളെ ജനിപ്പിച്ചതും മരിക്കുമ്പോഴും നമ്മൾ പറയാറുള്ളത് മലയാള ഭാഷയുടെ അമ്മയാണ്. ആ മലയാള ഭാഷയെ മറക്കാതിരിക്കുവാൻ ഒരു തലമുറ ഉണ്ടാവണം. അപ്പോൾ ഒരു തലമുറയെ പറ്റി പറയേണ്ടതുണ്ട്. ഒരു പഴയ തലമുറയുടനായിരുന്നു ഒരു പഴയ കാലഘട്ടം. അന്ന് ഇതുപോലെയുള്ള ജീൻസോ ഷർട്ടോ ഒന്നും ധരിക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായ ഒരു വസ്ത്രമുണ്ട്. എന്താണ്? മേൽമുണ്ട് എന്ന് പറയും. ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയത്തില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ജീൻസും ടോപ്പും ഒക്കെ അറിയുള്ളൂ. അന്ന് മേൽമുണ്ട് എന്ന് പറയും. മേൽമുണ്ട് എന്ന അവസ്ഥ എന്താണ്? ഇതായിരുന്നു മേൽമുണ്ട്. കണ്ടിട്ടുണ്ടോ അശ്വതി? കണ്ടോ? മേൽമുണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എടുത്തപ്പോഴല്ലേ. പിന്നീട് മാറി, മേൽമുണ്ട് മാറി മൽമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന മുണ്ടിൻ്റെ പേരാണ് മൽമുണ്ട്. അത് വന്നു. ഇത് വിദേശികൾ കൊണ്ടുവന്ന മുണ്ടാണ്. എത്ര മനോഹരമായ മുണ്ടാണ്. ഈ മുണ്ടിനെ മലയാളികൾ മനോഹരമായി ഉടുക്കാറുണ്ട്. കണ്ടില്ലേ? ഞാൻ തന്നെ വളരെ പെട്ടെന്നല്ലേ ഉടുത്തത്. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. അവിടെ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ദുബൈയിലൊരു മലയാളി നിൽക്കുകയാണ്. അവൻ മുണ്ടെടുത്തിരിക്കുന്നുണ്ട്. അറിയാവും മലയാളിയാണെന്ന്. കാരണം എന്താണ്? മലയാളി എത്ര മനോഹരമായിട്ടാണ് മുണ്ടെടുക്കുന്നത്. ഈ മുണ്ടിന് മലയാള സിനിമ പല പല രൂപങ്ങൾ നൽകി. മലയാളത്തിൻ്റെ പ്രേംനസീർ ആദ്യം മുണ്ടിനെ ഇങ്ങനെ പൊക്കി, ഇങ്ങനെ വെച്ചു, തുമ്പിട്ട് കുത്തി. ആ പ്രിയമുള്ള ആ കൊച്ചു കൂട്ടുകാരെ ഒന്ന് കൈയടിക്കൂ. പിന്നെ അത് മാറി. മലയാളത്തിൻ്റെ സത്യൻ മാഷ് വന്നു. ഈ മുണ്ടിനെ എടുത്തു, ഇങ്ങനെ വെച്ചു, ഇവിടെ കുത്തി വെച്ചു. അമ്മേ കർത്തമ്മ പെച്ചവളാണോ അമ്മേ? ഇനി മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടി വന്ന് മുണ്ടിനെ ഇങ്ങനെ വരച്ചെടുത്തു. മലയാളത്തിലെ മറ്റൊരു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു ചിത്രത്തിൽ സ്ഫടികത്തിൽ ഈ മുണ്ടിനെ പറിച്ചെറിഞ്ഞു. കണ്ടിട്ടില്ലേ? അത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഞാനും പഠിക്കുന്ന കാലത്ത് മുണ്ടെടുക്കും. ഇവിടെ ഇങ്ങനെ മടക്കി കുത്തി വരും. കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ മടക്കി കുത്തി വരും. വളരെ നമ്മളെ പഠിപ്പിച്ച അധ്യാപനം കണ്ടാൽ മുണ്ടടിച്ചിടും. സുനിൽ എവിടെ പോയി? സാർ ഞാനൊരു പരിപാടി കഴിഞ്ഞ് വരുന്നു. എന്ത് ചെയ്യുന്നു സുനിൽ? ഞാൻ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ മാറി. ഈ മുണ്ടെടുത്ത് ഇങ്ങനെ മടക്കി ഒറ്റ പൊക്ക.
ഒറ്റ കുത്തും. പഠിപ്പിച്ചാൽ എന്താ ആ പോടാ. ഞങ്ങളുടെ നാട്ടിലെ കണ്ടി തെറുക്കും, മുണ്ട് തെറുത്തെടുക്കും. തെറുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ കുത്ത വാടാ പോകാം. നമ്മൾ ഈ ആൺകുട്ടികളെ പറ്റി പറയുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര ചിരിയായി. അശ്വതിന് എത്ര ചോദിച്ചു ഭയങ്കര ശരിയല്ലേ? പക്ഷെ സ്ത്രീകൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഓർക്കുക, പണ്ടൊരു വസ്ത്രം, അശ്വതിക്ക് ഓർമ്മയുണ്ട്, ഇത് ഒരു വസ്ത്രമായിരുന്നു. ഇത് എന്താണെന്നറിയാമോ? ധാവണിയാണ്. ആ ധാവണി കേട്ടാ. ഇതിന്റെ പേര് ഹാഫ് സാരി എന്നാണ്. ഇപ്പോഴാണ് ധാവണിയായത്, പുതിയ തലമുറ കൊണ്ടുവന്നാണ് ധാവണി. ഈ ഹാഫ് സാരി എന്ന് പറയുന്ന വസ്ത്രം അന്യം നിന്ന് പോയി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ വയസ്സറിയിച്ചാൽ നമ്മൾ അവരെ തിരിച്ചറിയുന്നത് ഇതുപോലുള്ള ധാവണി എടുത്തു കൊണ്ടുപോകുമ്പോൾ അവൾ വയസ്സറിയിച്ചു എന്നറിയുന്നത്. പക്ഷേ ഇന്ന് അത് 50 വയസ്സുള്ള 48 വയസ്സുള്ള സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞ ധാവണി. അങ്ങനെ ഇനി ഇത് കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോകണം, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല, ഇവിടെ കേരളത്തിലില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു വസ്ത്രം വന്നു. എന്താണ്? ചുടിദാർ. ചുടിയും ദാറും ചേർന്നൊരു വസ്ത്രം വന്നു. ഈ ചുരിദാറിന് ഒരു പ്രത്യേകമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഇത് നമുക്ക് ടൗണിൽ വരെ പോകാമെന്ന്. പണി കഴിഞ്ഞാൽ ടൗണിൽ നിൽക്കും, നമ്മൾ അവിടെ നമ്മുടെ എത്തത്തേ ഉള്ളൂ. അത്ര പെട്ടെന്ന് സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രമായിരുന്നു ചുരിദാർ. ചുരിദാർ എന്ന് പറയുന്ന വസ്ത്രം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ അങ്കലാവണ്യങ്ങളെ മറയ്ക്കുവാൻ പറ്റുന്ന വസ്ത്രം. ആദ്യമൊക്കെ ചുരിദാർ ഇവിടെ ആയിരുന്നു, പിന്നെ ഇവിടായി, പിന്നെ കീറി. ഈ കീറിയ ചുരിദാറോട്ട് ഇവളുമാരെ നടന്നു പോകുമ്പോൾ ചെറുപ്പക്കാരെ നോക്കിയാൽ അത് പീഡനം. ഇവർ ഇടാതിരുന്നാ പോരെ. ഈ കീറിയ ചുരിദാർ കീറി ഇവിടെ. ഇത് എങ്ങോട്ട് ചിന്തിക്കേണ്ടത് പുതിയ തലമുറയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു വസ്ത്രമുണ്ട്. എന്താ പറയുക, രാവിലെ 1 കിലോ എണ്ണ വേണം പെൺകുട്ടികൾ കാലിൽ ഇങ്ങനെ തൂത്തിട്ട് വലിച്ചു കയറ്റിയിടും. എന്താണ്? ലെഗിൻസ്. ഇത്ര ബോറൻ വസ്ത്രമാണിത്. ആ മനോഹരമായ വസ്ത്രങ്ങളെ പിന്തുടരുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നു പുതിയ അച്ഛനമ്മമാർ. പണ്ട് മറയ്ക്കുവാൻ സമരം ചെയ്തിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ മുത്തശ്ശിക്ക്, എൻ്റെ സഹോദരിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് മറയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. അന്ന് ഷോള് എന്ന് പറയുന്നൊരു വസ്ത്രമുണ്ടായി. എന്ത്? ഈ ചുരിദാറിനൊപ്പം. എത്ര മനോഹരമായ വസ്ത്രമായിരുന്നു ഷോള്. ഇങ്ങനെ ഇടും, കണ്ടില്ലേ? ചില പെൺകുട്ടികൾ ഈ ഷോളിനെ ഇങ്ങനെ പടവരാതി പോലെ വിരിച്ചിട്ടു, ചിലതിനെ കയറ്റിയിട്ടു, ചിലർ തിരിച്ചിട്ടു, കറക്കി കാട്ടി. കണ്ടില്ലേ ശ്രീ? ഇപ്പം സ്ഥിരമായിട്ട് തൂങ്ങി മറന്ന. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ട്രിവാൻഡ്രത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ടാണ്. ഇതേ ഒരു എന്ത് സ്റ്റൈലെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കുറേ പെൺകുട്ടികൾ ചേർന്ന് ഈ ഷോളിൽ ഇങ്ങനെ ചുരുട്ടാൻ തുടങ്ങി. ചുരുട്ടി കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞു. ഓർക്കുക, പണ്ട് മറയ്ക്കുവാൻ സമരം ചെയ്തിരുന്ന കേരളത്തിൽ കാണിക്കുവാൻ സമരം ചെയ്യുന്ന പെൺകുട്ടികൾ വളർത്തിയെടുക്കുന്ന അച്ഛനമ്മമാർക്കും സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും ഒക്കെ എതിരെയാണ് എൻ്റെ ഈ ചെറിയ കാരിക്കേച്ചർ. ഇഷ്ടമായെങ്കിൽ നമസ്കാരം. സോ സുനിൽ, ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ സുനിലിന്? യെസ്. എന്ത് പറയുന്നു നെൽസേട്ടാ? ഇങ്ങനൊരു സന്ദേശം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൊടുത്തതിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു. പിന്നെ ചെയ്ത പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സ്റ്റാർസിൻ്റെ എല്ലാം ഗംഭീരമായിരുന്നു. അടിപൊളി. താങ്ക് യു. ഉല്ലാസേട്ടാ? സൂപ്പർ. താങ്ക് യു. പരിപാടി നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പരിപാടി ചെയ്യുന്ന ആളുകളാണ്. അടിപൊളിയായിരുന്നു. സൂപ്പർ. താങ്ക് യു. ഉല്ലാസ് പറഞ്ഞ പോലെ തന്നെ കലാകാരന്മാർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ കാര്യം ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലഹരി വിരുദ്ധ സംഘടനയുടെ ആലപ്പുഴ ജില്ലയിലെ പ്രചോദനയുടെ സെക്രട്ടറിയാണ്. ലഹരി വിരുദ്ധ സംഘടന, മദ്യവിരുദ്ധ സംഘടനയുടെ, പിന്നെ കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷം അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ, താങ്കളുടെ പെർഫോമൻസ് ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. താങ്ക് യു.